ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ US ആക്രമണമുണ്ടായാൽ ഗൾഫ് രാജ്യങ്ങളിലെ പെട്രോളിയം ജലശുദ്ധീകരണശാലകൾക്കെതിരെ പ്രത്യാക്രമണം നടത്തുമെന്ന് ഇറാൻ. 48 മണിക്കൂറിനകം ഹോർമൂസ് തുറന്നുകൊടുത്തില്ലെങ്കിൽ അതിരൂക്ഷമായ ആക്രമണം നേരിടേണ്ടിവരുമെന്ന് ഇറാന് ഇന്നലെ ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് മറുപടിയായാണ് ഇറാൻ നിലപാട് കടുപ്പിച്ചത്. മേഖലയിലെ ആക്രമണങ്ങൾ എല്ലാ കക്ഷികളും നിർത്തിവെക്കണമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുൽ മാക്രോൺ ആവശ്യപ്പെട്ടു. ഐസൺ ചേർന്ന വിവരങ്ങളുമായി. ഐസൺ, നമുക്കറിയാം നേരത്തെ ഇന്നലെ ഒരു US പ്രതിനിധിയുടെ ഒരു ബൈറ്റ് ഉണ്ടായിരുന്നു പറയുന്നത് എത്രത്തോളം യുദ്ധം നീണ്ടുപോയാലും അത്രത്തോളം അത് കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോൾ US-നുണ്ട് എന്നാണ്. ഇപ്പോൾ മറുപടിയായിട്ട് ഇറാൻ പറയുന്നു US ആക്രമണം തുടർന്നാൽ പ്രത്യാക്രമണം കടുപ്പിക്കും, ഗൾഫ് രാജ്യങ്ങളിലെ പെട്രോളിയം ജലശുദ്ധീകരണശാലകൾ എന്നിവയ്ക്കെതിരെയുള്ള ആക്രമണം നടത്തുമെന്നാണ്. അപ്പോൾ ഒരു സമാധാനം ഇനിയും അകലെയാണ് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത് ഐസൺ? അമൽ, തീർച്ചയായും സമാധാനം അകലെ എന്നൊരു സൂചനയിലേക്കാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ നമുക്കറിയാവുന്നതാണ് 2 ദിവസം മുമ്പ് ട്രംപ് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ആരായാവുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് ലക്ഷ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞതെങ്കിൽ ഇന്നലെ വളരെ കൃത്യമായി പറഞ്ഞത് 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധികൾ തീർത്തില്ലെങ്കിൽ ശക്തമായ ആക്രമണം ഉണ്ടാകും. ഇറാൻ്റെ വൈദ്യുതോൽപാദന കേന്ദ്രങ്ങളും അതുപോലെ തന്നെ എണ്ണ സംഭരണശാലകളും ഊർജ്ജ കേന്ദ്രങ്ങളെല്ലാം തന്നെ തകർക്കുമെന്നൊരു നിലപാടാണ് അറിയിച്ചത്. ഇതിന് മറുപടിയായി ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്ന നിലപാട് എന്ന് പറയുന്നത് അത്തരത്തിലേതെങ്കിലും രീതിയിൽ ഇറാനെ നേരെ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ UAE-യിലെ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്നൊരു നിലപാട് ഇറാൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായി. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത്തരത്തിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഖത്തറിന് നേരെയും അതുപോലെ തന്നെ പലയിടങ്ങളിൽ നേരെയും റിയാദിലൊക്കെ ആക്രമണം ഉണ്ടായ ഒരു സാഹചര്യം നമുക്ക് അറിയാവുന്നതുമാണ്. അത്തരത്തിൽ മധ്യേഷ്യയിലെ രാജ്യങ്ങൾ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിലെ രാജ്യങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും പിന്തിരിപ്പിക്കാനുള്ളൊരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അത് ആവർത്തിക്കുമെന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഇതിനിടെ നമുക്കറിയാവുന്നതാണ് സൗദി അറേബ്യയിൽ നിന്നൊക്കെ നയതന്ത്ര വിദഗ്ധർ, നയതന്ത്ര പ്രവർത്തകർ ഡിഫൻസ് അറ്റാഷകളെ തിരിച്ചയക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതായത് ഡിഫൻസ് അറ്റാഷകളെ തിരിച്ചയക്കുക എന്നൊക്കെ പറയുമ്പോൾ സൈനിക സഹകരണമല്ല, സൈനിക എതിർപ്പാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ സൈനിക തലത്തിലുള്ള വൈരുദ്ധ്യമാണ് ഉണ്ടാവുക എന്നതിൻ്റെ ഒരു സൂചനയായി തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ആ ഒരു സന്ദേശം നൽകുക. അത്തരമൊരു സാഹചര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു തിരിച്ചടിക്കുള്ള നീക്കമുണ്ടായേക്കാവുന്ന സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ, അതായത് അമേരിക്കയുടെ നിലപാടും അമേരിക്ക വൈൻഡപ്പ് ചെയ്യാമെന്ന് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ കടുത്ത നടപടികൾ സ്വീകരിക്കും, അല്ലെങ്കിൽ ഹോർമൂസ് തുറന്നു കൊടുക്കണം എന്നൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. തീർച്ചയായും അതിനെതിരെ ശക്തമായ പ്രതികരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന നിലപാട് ഇറാൻ അറിയിക്കുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുവന്ന സിഗ്നൽ ആ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഒരുക്കങ്ങൾ തങ്ങൾ നടത്തുന്നു എന്ന രീതിയിലാകുന്നു. അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഈ പശ്ചിമേഷ്യയിലെ സമാധാനം അകലെ എന്നൊരു സൂചന നേരത്തെ തന്നെ നിലനിന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സ്കോട്ട് ബെസന്റിൻ്റെ ആ ഒരു നിലപാടിനെ നിരീക്ഷിക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് സാമ്പത്തികമായ ഒരു ഞെരുക്കമോ ബുദ്ധിമുട്ടോ യുദ്ധം നടത്തുന്നതിന് അമേരിക്കയ്ക്കില്ല. അഥവാ അത്തരത്തിൽ എന്തെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ ആ യുദ്ധത്തിന് വേണ്ടി മാറ്റിവെച്ച റിസർവിൽ എന്തെങ്കിലും കുറവ് വരികയാണെങ്കിൽ അത് കോൺഗ്രസിൽ അനുമതി നേടി വീണ്ടും അത് ലഭ്യമാക്കുമെന്ന നിലപാടും കൃത്യമായി അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടുപോയാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല എന്ന് അമേരിക്കയുടെ ട്രഷറി സെക്രട്ടറി തന്നെ പറയുന്നൊരു സാഹചര്യം കൂടി ചേർത്ത് വായിക്കുമ്പോൾ, ഇന്നത്തെ സംഭവവികാസങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ സമാധാനം എത്ര അകലെ എന്നൊരു ആശയക്കുഴപ്പം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. വ്യക്തമാണ്. ഐസൺ ജോസ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.